ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷമാണ് ബിദ്അത്ത് അല്ലെങ്കിൽ മതപരിഷ്കരണ ചിന്തകൾ. ഇത് ഏറെ മാരകമാണ്, അതിഭീകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നീണ്ട 95 വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുക്കളുമായ മഹാത്മാക്കൾ അത് പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ ഒരു വലിയ പണ്ഡിത സഭയ്ക്ക് ജന്മം നൽകി. അതിൻ്റെ പ്രവർത്തനം അന്ന് തൊട്ട് ഇന്നോളം അഭംഗുരം നടത്തി വരുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം ആ കാലഘട്ടത്തിൽ അവർ സ്ഥാപിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സമസ്തയുടെ ഭരണഘടനയിൽ കുറേ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളൊന്നുമില്ല, ആകെ 5 എണ്ണമാണ്. അതിൽ ആദ്യത്തെ 2 എണ്ണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ പ്രചരണവും ബിദ്അഈ വാദങ്ങളെ പ്രതിരോധിക്കലുമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ചിന്താഗതികളുടെ ഗൗരവാവസ്ഥ വളരെ കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു. ബിദ്അത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു വാദഗതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രമാനുഗതമായി മെല്ലെ 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 അവർ കുഫ്രിയത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാരകമായ വിഷയം. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു സഹ്മു മിനർ റമിയ. ഒരു ഉരുവിൽ മൂർച്ചയുള്ള അമ്പ് തുളച്ചുകയറി പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് തെറിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചത് നമ്മൾ കൃത്യമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇടക്കാലത്ത് അപ്രത്യക്ഷനായി പിന്നീട് വധിക്കപ്പെട്ടു എന്ന് CBI വൃത്തങ്ങൾ സ്ഥിരീകരിച്ച ബോഡി കണ്ടെത്താനാകാത്ത മൗലവി ചേകനൂർ, ആൾ ഇസ്ലാമിക വൃത്തത്തിന് പുറത്തുള്ള മനുഷ്യനായിരുന്നു. നിർബന്ധ നിസ്കാരങ്ങളെ, റമദാനിലെ നോമ്പിനൊക്കെ നിഷേധിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം ആരായിരുന്നു ആദ്യകാലത്ത് ചോദിച്ചാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ലീഡർഷിപ്പിലുള്ള വലിയ പണ്ഡിതനായിരുന്നു. ഒരു ഘട്ടത്തിൽ വാഴക്കാട് സുന്നി മുജാഹിദ് സംവാദം നടന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിച്ച് ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാർ ഒരു ഭാഗത്തിരിക്കുമ്പോൾ മറുഭാഗത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്ക് നായകത്വം നൽകിയിരുന്നത് ഈ സാക്ഷാൽ ചേകനൂർ മൗലവിയായിരുന്നു. അയാൾ എവിടെ എത്തി? അയാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നില്ല, അദ്ദേഹം കുഫ്രിയത്തിലേക്ക് പോയി. CN അഹമ്മദ് മൗലവി, അദ്ദേഹം എന്തൊക്കെ പുതിയ ചിന്താഗതികളാണ് മുസ്ലിം സമൂഹത്തിൽ സമർപ്പിച്ചത്? അദ്ദേഹം ആരായിരുന്നു? നമുക്ക് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജ് ഈ സ്ഥാപനം, നമ്മുടെ ജാമിയ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാന കേന്ദ്രമാണ്, സുപ്രധാനമായ സ്ഥാപനം ഇതാണ്. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നമ്മളിത് ജാമിയ എന്ന് പറയും പോലെ അവർ ജാമിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ജാമിയ നദ്വിയ എടവണ്ണ. ആ ജാമിയ നദ്വിയ എടവണ്ണയിലെ പ്രൊഫസറായിരുന്നു CN അഹമ്മദ് മൗലവി സാഹിബ്. അയാൾ വാദഗതികൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം അദ്ദേഹം പറഞ്ഞു, ഖബറിൽ മുങ്കർ നക്കീറിൻ്റെ ചോദ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നാളെ മഹ്ശറിൽ അള്ളാഹു നേരിട്ട് മനുഷ്യനെ വിചാരണ നടത്തുന്നുണ്ട്. എന്നിട്ട് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടിലൊന്ന് നൽകുന്നുണ്ട്. അതാണ് സുപ്രീം കോടതിൻ്റെ ഫൈനൽ തീരുമാനം. കോടതി വിധി വരുന്നതിന് മുമ്പ് ഖബറിലിട്ടൊരു മർദ്ദനം മുങ്കർ നക്കീറിനെ വിട്ടിട്ട്
അതൊന്നും നീതിമാനായ അള്ളാഹു ചെയ്യൂല. കേരളത്തിൽ ലോക്കൽ പോലീസിൻ്റെ പരിപാടിയാണ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക എന്നുള്ളത്. കോടതി വിധി വരട്ടെ, അതിനു മുമ്പ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പുതിയ പുതിയ ചിന്തകൾ സമൂഹത്തിൽ സമർപ്പിച്ച മനുഷ്യനായിരുന്നു CN അഹമ്മദ് മൗലവി സാഹിബ്. ഓരോ ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇന്ന് കേരളത്തിലെ ഖാദിയാനി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ അവർ സുന്നിയിൽ നേരിട്ട് പോയവരല്ല. ഒന്നുകിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന സിമിയിൽ നിന്ന്, ഇത്തരം സംഘങ്ങളിൽ നിന്ന് പോയവരാണ് ഈ കുഫ്രി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയിൽ നിന്ന്, വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് രാജിവെച്ച പ്രമുഖരായ ചില ആളുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സർവമത സത്യവാദം എന്നൊരു പ്രത്യേക ആദർശം സ്വീകരിച്ചുകൊണ്ട്, പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അവരവരുടെ പുതിയ ചിന്തകളൊക്കെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യന്തം അപകടകരമായത് കൊണ്ട് തന്നെയാണ് ദീർഘദർശികളായ നല്ല വിവരമുള്ള ആ മഹാപണ്ഡിതന്മാർ, ആത്മീയമായി അറിവ് നൽകുന്ന പണ്ഡിതന്മാർ ഇതിൻ്റെ ഗൗരവാവസ്ഥ കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള ഏക ബിദഈ പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനമായിരുന്നു. ഇന്ന് സലഫി എന്ന് പറയുന്ന, മുജാഹിദ് എന്ന് പറയുന്ന ഈ വിഭാഗം, സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ അതിന് ആദർശത്തിന് രൂപകൽപ്പന നൽകിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബായിരുന്നു. ഹിജറ വർഷം 1115 ജനിച്ച ആ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം കൃത്യമായി വിവിധ ഭാഷകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പുതിയ ചിന്തകൾ സമർപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചില ജൂതചാരന്മാരായിരുന്നു എന്ന് കൃത്യമായി ചരിത്ര രേഖകളുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം ഞാൻ ചുരുക്കി പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ആദർശം ചെലവാക്കാൻ വേണ്ടി ഭരണകൂടത്തെ കൂട്ടിപ്പിടിച്ച് എൻ്റെ ആദർശം പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞാനെല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ അസീസ് ഇബ്നു സഊദ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആധുനിക സൗദി അറേബ്യയുടെ ശില്പി, അദ്ദേഹം ആ കാലഘട്ടത്തിൽ നജ്ദ് എന്ന കൊച്ചു പ്രദേശം ഭരിക്കുന്ന രാജാവായിരുന്നു. നജ്ദ് എന്ന പ്രദേശം ഹദീസ് പഠിച്ച പണ്ഡിതന്മാർക്കറിയാം, നജ്ദിന് ചില പ്രത്യേകതകളുണ്ട്. ആ നജ്ദിൻ്റെ ഒരു കൊച്ചു ഭരണാധികാരിയായി കഴിഞ്ഞുകൂടുന്ന അബ്ദുൽ അസീസ് ഇബ്നു സഊദ് അദ്ദേഹത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർ സംയുക്തമായി നടത്തിയ നീക്കത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ ചുരുളഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി കഥകളല്ല, ചരിത്രങ്ങൾ, വസ്തുതകൾ ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഭരണകൂടം നജ്ദിൽ നിന്ന് പിന്നീട് തായിഫിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക്, സൗദി അറേബ്യയിലേക്ക് മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് ആധുനിക കിങ്ഡം ഓഫ് സൗദി അറേബ്യ രൂപീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഇബ്നു സഊദിന് നേതൃത്വം നൽകിയത്, പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ ബ്രിട്ടനായിരുന്നു. ഇസ്ലാമിൻ്റെ വിരുദ്ധരായ ആ ബ്രിട്ടൻ എന്ന ശക്തിയുടെ പ്രവർത്തകരായിരുന്നു, പ്രതിനിധികളായിരുന്നു അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ട് ആ രാജ്യം സ്ഥാപിച്ചത്. എന്തായിരുന്നു ലക്ഷ്യം? ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ നിലനിൽക്കുന്നത് വിശുദ്ധ മക്കയിലാണ്, മദീനയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ അടിസ്ഥാനപരമായ ആചാരങ്ങളും ആരാധനാ രീതികളും വിശ്വാസ കാര്യങ്ങളും നടന്നു വരുന്നത് വിശുദ്ധ മക്കയിലായിരുന്നു, മദീനയിലായിരുന്നു. ബഹുമാന്യനായ മുസ്തഫൽ ഫൈസ് പറഞ്ഞ പോലെ ആ പാരമ്പര്യം അറ്റുപോകാത്ത കണ്ണികൾ അതേപടി കൈമാറിപ്പോന്ന രീതികൾ നിരന്ന പ്രദേശം അത്തരം പ്രദേശങ്ങളായിരുന്നു. ഇസ്ലാമിക ചിഹ്നങ്ങൾ തച്ചുടക്കണം, അതിന് ഞങ്ങൾക്കൊരു വിഭാഗത്തെ കിട്ടണം. അതിന് ഇത്തരം അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഭരണാധികാരികളെ പിടികൂടി അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി അവരെ കയ്യിലെടുത്തുകൊണ്ടാണ് സത്യത്തിൽ സൗദി അറേബ്യയിൽ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് സൗദി അറേബ്യ പടുത്തുയർത്തിയത്. വഹാബി പ്രസ്ഥാനം
കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. 4 ലക്ഷം ആളുകളുടെ ചോരയാണ് ചിന്തിയത്, കൊലപ്പെടുത്തിയത് വഹാബി ഭരണകൂടം സ്ഥാപിക്കാൻ. 4 ലക്ഷം ആളുകൾ. അക്കൂട്ടത്തിൽ മഹാന്മാരായ ഔലിയാക്കളുണ്ട്, ആരിഫ്യങ്ങളുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്, ഫുഖഹാക്കളുണ്ട്, വലിയ വലിയ സൂഫിയാക്കളുണ്ട്. അവരുടെയൊക്കെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇവരെ മുഴുവൻ കൊന്നൊടുക്കിയെന്ന് മാത്രമല്ല, പൈതൃകമായി പാരമ്പര്യമായി കൈമാറിപ്പോന്ന ഒട്ടനവധി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവർ ചുട്ട് കരിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. കാരണം അവർക്കത് ആവശ്യമാണ്, ബ്രിട്ടൻ്റെ ആവശ്യമാണ്. ഇതൊക്കെ ചരിത്രം നമ്മൾ വായിച്ചു പോവുകയാണ്. വളരെ കൃത്യമായി ചരിത്രത്തിൽ നടന്ന ഈ സംഭവങ്ങൾക്ക് ഉപോത്ബലകമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ജൂതന്മാരായിരുന്നു, ക്രൈസ്തവ ചാരന്മാരായിരുന്നു, ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധരുടെ ഏജന്റുമാരായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ. ഇസ്ലാമിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിക ലോകത്തിന് ഭരണകൂടമുണ്ട് എന്നായിരുന്നു. ഇസ്ലാമിക ലോകത്തിന് ഇമാമുണ്ട് എന്നായിരുന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം തങ്ങൾ സ്ഥാപിച്ച ഇസ്ലാമിക ഭരണകൂടം ലോകത്ത് അടുത്ത കാലഘട്ടം വരെ നിലനിന്നിട്ടുണ്ട്. ഖിലാഫത്തുർ റാഷിദ, മാതൃകാ ഇസ്ലാമിക ഭരണകൂടം, 4 ഭരണാധികാരികൾ. അതിനുശേഷം അമവി ഭരണകൂടം, ശേഷം അബ്ബാസിയ ഭരണകൂടം, ശേഷം ഉസ്മാനിയ ഭരണകൂടം. ഉസ്മാനിയ ഭരണകൂടം എന്ന് ചരിത്രത്തിൽ പറയുന്നത്, ഉസ്മാൻ എന്ന് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഉഥ്മാൻ എന്ന് എഴുതും. അത് ഒന്നുകൂടി പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ മൊഴിഞ്ഞാൽ ഒട്ടോമിയൻ എന്നാക്കി, ഒട്ടോമിയൻ സാമ്രാജ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉസ്മാനിയ ഖിലാഫത്ത്, ഈ ഒട്ടോമൻ സാമ്രാജ്യം ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണ കേന്ദ്രം തുർക്കി കേന്ദ്രീകൃതമായി അവസാന ഘട്ടം വരെ നിലനിന്നിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രശ്നം വന്നാൽ പരാതി പറയാനൊരു കേന്ദ്രം. ഇതാ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ CAA വരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ ഒരു കേന്ദ്രം മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞ 13 നൂറ്റാണ്ടുകാലം ലോകത്തുണ്ടായിരുന്നു. അവസാനം തുർക്കി കേന്ദ്രീകരിക്കുന്ന ഉസ്മാനിയ ഭരണകൂടമായിരുന്നു അത്. ആ ഭരണകൂടത്തെ തകർക്കണമെങ്കിൽ ചിഹ്നങ്ങൾ മാത്രം തച്ചുടച്ചാൽ പോരാ, സംസ്കാരം മാത്രം നശിപ്പിച്ചാൽ പോരാ, മുസ്ലിങ്ങൾക്ക് പിൻബലം നൽകിയ ഭരണകൂടത്തെ നശിപ്പിക്കണമെന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു. സയനിസ്റ്റ് ശക്തികൾ പിന്നിൽ പ്രവർത്തിച്ചു. സാക്ഷാൽ ഇബ്നു സഊദിന്, വഹാബി ഭരണകൂടത്തിന് എല്ലാവിധ ഒത്താശയും, ആ രാജ്യത്തിൻ്റെ നിങ്ങൾക്ക് സുരക്ഷ നൽകാം, നിങ്ങളുടെ രാജ്യം വികസിപ്പിക്കാൻ ഞങ്ങൾ സൈനികരെ നൽകാം, പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അവരെത്രത്തോളം എന്ന് വച്ചാൽ എല്ലാ മാസവും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. വളരെ വ്യക്തമായി കൃത്യമായി 1992 മുതൽ 1980 മുതൽ 5000 പവൻ വീതം ഓരോ മാസവും വഹാബി ഭരണാധികാരിക്ക് ബ്രിട്ടൻ നൽകിയിരുന്നു എന്ന് കൃത്യമായ ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കും. സഹായം, ആദരം, സ്റ്റൈപ്പൻഡ്, ഇസ്ലാമിക സംസ്കാരം തച്ചുടക്കാൻ, തകർക്കാൻ, ഇസ്ലാമിക ഭരണകൂടത്തിനെ, ഖിലാഫത്തിനെ തകർക്കാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ 1914 ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം വേൾഡ് വാർ വന്നു, 1-ാം ലോകമഹായുദ്ധം. 1-ാം ലോകമഹായുദ്ധം വന്നപ്പോൾ ഒരു ഭാഗത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, ഇറ്റലി, അമേരിക്ക തുടങ്ങിയ സഖ്യകക്ഷികൾ. ബ്രിട്ടനാണ് ആ കാലഘട്ടത്തിൽ അതിൽ പ്രധാനപ്പെട്ട ശക്തി. മറുഭാഗത്ത് ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ബൾഗേറിയ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ. ഈ 2 വൻ ശക്തികൾ തമ്മിൽ വലിയ യുദ്ധം നടത്തി ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. ഈ മഹായുദ്ധത്തിൽ ബ്രിട്ടന് വിജയം കിട്ടാൻ വേണ്ടിയല്ല, ഇതിൻ്റെ മറവിൽ ഉസ്മാനിയ ഖിലാഫത്തിനെ, ഒട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടി സാക്ഷാൽ വഹാബി ഭരണകൂടവുമായി കരാറിൽ ഏർപ്പെടുന്നു ബ്രിട്ടൻ. ഔദ്യോഗികമായി ബ്രിട്ടനും ഈ സാക്ഷാൽ വഹാബി ഭരണകൂടവും കരാറിലൊപ്പിട്ടു. ഡാറിൻ കരാർ എന്ന് ചരിത്രത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും പരിശോധിച്ചാലും കാണാം ഡാറിൻ കരാർ. എന്താ ഡാറിൻ കരാർ ഉള്ളത്? എന്നാണ് ഒപ്പുവെച്ചത് വഹാബി ഭരണകൂടവും ബ്രിട്ടൻ ഭരണകൂടവും? വളരെ കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 1915 ഡിസംബർ 26 1914 1-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്.
1915 യുദ്ധം തുടങ്ങിയ ഉടനെ ഡിസംബർ 26 സാക്ഷാൽ വഹാബി ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയും സാക്ഷാൽ ബ്രിട്ടൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി പെഴ്സിക്കോക്കും ഡാരിൻ എന്ന ദ്വീപിൽ വെച്ച് ഔദ്യോഗികമായി കരാർ ഒപ്പിടുന്നു. എന്താണ് കരാർ? ഇബ്നു സഊദിന്റെ ഈ വഹാബി ഭരണകൂടത്തിന്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഭരണകൂടത്തിന് എല്ലാവിധ സൈനികമായ പിൻബലവും നൽകാൻ നിങ്ങൾ ആരാക്രമിച്ചാലും ഞങ്ങൾ എതിർക്കാനുണ്ടാകും. അതേസമയം ഈ യുദ്ധത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കണം. ഉസ്മാനിയ ഖിലാഫത്ത് മറുപക്ഷത്താണുള്ളത്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം, ഒരു സഖ്യകക്ഷിയായി എന്ന് ആവശ്യപ്പെടുന്നു. വളരെ കൃത്യമായി ആ കരാർ നമുക്ക് വായിക്കാൻ സാധിക്കും. 4-5 കരാറുകളുണ്ട്. ആ കരാറുകൾ പറയുന്നത് ആൾസോ ഹി അഗ്രീഡ് ടു എൻ്റർ ദ വാർ അഗൈൻസ്റ്റ് ദ ഒട്ടോമൻ എംപയർ ആസ് ആൻ അലൈ ഓഫ് ബ്രിട്ടൻ. അദ്ദേഹം സമ്മതിച്ചു, സാക്ഷാൽ വഹാബി ഭരണകൂടം സമ്മതിച്ചു, ഒപ്പുവെച്ചു ടു എൻ്റർ ദ വാർ, ഈ വേൾഡ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ. എങ്ങനെ പങ്കെടുക്കാൻ? ബ്രിട്ടന്റെ കൂടെ പങ്കെടുക്കാം. എഗെയിൻസ്റ്റ് ദ ഒട്ടോമൻ എംപയർ, ഉസ്മാനിയ ഭരണാധികാരിക്കെതിരെ, ഉസ്മാനിയ സാമ്രാജ്യത്തെ തകർക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കാം. പരോക്ഷമായി തന്നാൽ പോരാ, പ്രത്യക്ഷമായി ആസ് ആൻ അലൈ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടന്റെ സഖ്യകക്ഷിയായി കൂടെ നിൽക്കാമെന്ന് കരാറിൽ ഒപ്പിട്ടു. അതിന്റെ അനന്തരഫലമല്ലേ അവസാനം എന്ത് ചെയ്തു? ബ്രിട്ടന്റെ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി ജയിച്ചു യുദ്ധത്തിൽ ജയിച്ചപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും, നമ്മളൊക്കെ ആലോചിക്കും, എന്തിനാണ് ഈ ഫലസ്തീനുകളെ ഇങ്ങനെ ആക്രമിക്കുന്നത്? എന്താണ് ഈ പാവപ്പെട്ട ഫലസ്തീനുകളെ ഇങ്ങനെ ബോംബിട്ട് നശിപ്പിക്കുന്നത്? മസ്ജിദുൽ അഖ്സ നമ്മുടെ പരിശുദ്ധ കേന്ദ്രമല്ലേ, എന്ത് നമുക്ക് വിമോചിപ്പിക്കാൻ സാധിക്കാത്തത്? കൊടും ചതി വഹാബി പ്രസ്ഥാനം നടത്തിയ കൊലച്ചതിയുടെ അനന്തരഫലമാണ് ഇന്ന് ലോക മുസ്ലിം സമൂഹത്തിന്റെ ഈ കേന്ദ്രത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം ജനത പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ യുദ്ധത്തിൽ ജയിച്ചു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സാക്ഷാൽ വഹാബികൾ പിൻബലം കൊടുത്ത് ഈ ഭരണകൂടമുണ്ട്, ഈ സഖ്യകക്ഷികളുണ്ടല്ലോ, അവർ വിജയിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? ഒട്ടോമൻ സാമ്രാജ്യം അതോടുകൂടി നശിപ്പിച്ചു. ഇസ്ലാമിക് ഖിലാഫത്ത് ലോകത്ത് തകർത്തു എന്ന് മാത്രമല്ല, ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുള്ള മുഴുവൻ രാജ്യങ്ങളും ബ്രിട്ടനും റഷ്യയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഓഹരി വെച്ചെടുത്തു എന്ന് മാത്രമല്ല, തങ്ങളുടെ ഓഹരി പ്രദേശമാണ്, ബ്രിട്ടന്റെ ഓഹരി പ്രദേശമാണ് ഈ പരിശുദ്ധമായ പ്രദേശങ്ങളൊക്കെ. ആ പ്രദേശങ്ങൾ ജൂതന്മാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ഔദ്യോഗികമായി ബാൾഫർ പ്രഖ്യാപനം നടത്തുകയും പിൽക്കാലത്ത് ഇസ്രയേൽ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. വഹാബി പ്രസ്ഥാനം നമ്മൾ ഈ കാണുന്ന പോലെ പ്രത്യക്ഷ രൂപമല്ല. അതിന്റെ പിന്നിൽ ഇസ്ലാമിക വിരുദ്ധ ലോബിയാണ് പ്രവർത്തിക്കുന്നത്. അവരാണത് വളരെ കൃത്യമായി വെള്ളവും വളവും നൽകി പോഷിപ്പിക്കുന്നത്, വളർത്തിയെടുക്കുന്നത്. എന്തിന്? ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കാൻ, ഇസ്ലാമിക ചിന്തകളെ നശിപ്പിക്കാൻ, തസവുഫിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിക ബോധവൽക്കരണം ഇല്ലാതെയാക്കി ഇസ്ലാം വറ്റി വരേണ്ട ഒരു ബാഹ്യമായി മാത്രം പ്രവർത്തിക്കുന്ന, പിന്നീട് കുഫ്രിയത്തിലേക്ക് പോകുന്ന ഒരു കേവല മുസ്ലിം ധാപധാരികളെ സൃഷ്ടിക്കാൻ വേണ്ടി അണിയറയിൽ ബ്രിട്ടീഷ് ചാരന്മാർ, സയനിസ്റ്റ് ഏജന്റുകൾ സൃഷ്ടിച്ചെടുത്ത ഒരാദർശമാണ് സത്യത്തിൽ വഹാബി പ്രസ്ഥാനം. ഇത് ചരിത്രപരമായ യാഥാർത്ഥ്യ, വളരെ ഗൗരവതരമായ യാഥാർത്ഥ്യ. ഇനി അവർക്കുണ്ടോ ഈ പറയുന്ന നമ്മുടെ ആദരണീയരായ നേതാക്കളോട് ബഹുമാനം? ഈ കാണുന്ന നമ്മളൊക്കെ മുശ്രിക്ക. സാക്ഷാൽ പാണക്കാട് സാദാത്തുക്കൾ അവർക്ക് മുശ്രിക്ക. സാധാരണ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാർ മുശ്രിക്ക. അവർക്ക് ഉറക്കാത്ത കൈയുണ്ടോ? അവർ ഈ ഐക്യം എന്നൊക്കെ വെറുതെ പറയുന്നത് അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക്, ചുണ്ടിൽ നിന്ന് അകത്തേക്ക് കിടക്കുന്നില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശിഹാബ് തങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മുസ്ലിം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആദർശപരമായി വിയോജിപ്പുണ്ടാവും, പക്ഷെ കുറ്റം പറയില്ലല്ലോ. വേണ്ട, CPM-മാർ ശിഹാബ് തങ്ങളെ കുറ്റം പറയോ? RSPക്കാർ പറയോ? CPI-ക്കാർ പറയോ? സാക്ഷാൽ RSS സംഘ് പരിവാർ ശക്തികൾ പോലും ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറ്റം പറഞ്ഞിരുന്നില്ല. എല്ലാവരും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന മഹാനേതാവായിരുന്നു. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് കേൾക്കണം. സാക്ഷാൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ തൻ്റെ വരാന്തയിലിരുന്ന് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ഉറുക്കും മന്ത്രവും എഴുതി കൊടുക്കുന്നത് വളരെ കൃത്യമായി മറഞ്ഞിരുന്ന് വീഡിയോയിൽ പകർത്തി, ആ വീഡിയോ അറബിയാക്കിക്കൊണ്ട്
അറബ് പണ്ഡിതന്മാർക്കിടയിലും അറബ് ഭരണകൂടങ്ങൾക്കിടയിലും അറബികളെ സാധാരണക്കാർക്കിടയിലും കേരളത്തിൽ ശിർക്കും കുഫറും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നായകനാണ് മുഹമ്മദ് ശിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ആ കാലഘട്ടത്തിൽ CD ഇറക്കിയ വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അവർക്ക് തരുമ്പും സുന്നികളോടോ സുന്നി നേതാക്കന്മാരോടോ സാദാത്തുക്കളോടോ സ്നേഹമില്ല. മാത്രമാണോ? അക്ഷരാർത്ഥത്തിൽ നമ്മൾ മുശ്രിക്കാണെന്ന് അവർ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ധീരഗർജനം. സുന്നി യുവജന സംഘത്തിന്റെ മുൻ അധ്യക്ഷൻ മർഹൂം E.K. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ മഖബറിടം അല്ലാഹു പ്രകാശപൂരിതമായി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ വാർത്തെടുത്തതാണ് ഈ സുന്നി ആദർശബോധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, E.K. ഹസൻ മുസ്ലിയാർ മരണശയ്യയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് അക്കാലത്ത് ഫോൺ ചെയ്ത് പറയാൻ സൗകര്യമില്ല, വാട്സപ്പിൽ അയക്കാൻ സൗകര്യമില്ല. പച്ചയായി നേർക്ക് നേരെ കത്തെഴുതി, അദ്ദേഹം അറബിയിൽ കത്തെഴുതി. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകൻ K. ഉമർ മൗലവി കത്തെഴുതി, ഹസൻ മുസ്ലിയാർ അസ്ലിം, ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, ഇപ്പൊ നിങ്ങൾ മുശ്രിക്ക. തസ്ലം എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പൊ രോഗശയ്യയില ബാക്കിയാവും തോന്നുന്നില്ല, വേണമെങ്കിൽ മുസ്ലിം ആയിക്കോ. വൈല്ല, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ശിർക്കിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ ഫൈന അലൈക ഇസ്മക വ ഇസ്മ അത്ബാഇക, നിങ്ങൾ ശിർക്ക് ചെയ്ത കുറ്റം നിങ്ങൾ കിട്ടും. മാത്രമല്ല, നിങ്ങളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സകലമാന അനുയായികളും കുറ്റഭാരം നിങ്ങൾ ആഖിറത്തിൽ ഏൽക്കേണ്ടി വരുമെന്ന് പച്ചയായി എഴുതി ഒപ്പിട്ട് കത്തയക്കാൻ ധാർഷ്ട്യത കാണിച്ച വിഭാഗത്തിന്റെ ലീഡർഷിപ്പിലാണ് ഉമർ മൗലവി. മുജാഹിദ് പ്രസ്ഥാന സംസ്കാരം നമ്മൾ പഠിച്ചു നോക്കണം, നമ്മൾ മനസ്സിലാക്കി നോക്കണം. അതുകൊണ്ട് തന്നെ അവരുമായി അങ്ങനത്തെ ഒരു ഐക്യം നമുക്കില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു പൊതു പ്രശ്നം രാജ്യത്ത് വരുമ്പോൾ ബഹുമാന്യനായ മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞതുപോലെ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നികളുടെ രാജകുമാരൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു RSSകാരൻ്റെയും മുസ്ലിമിൻ്റെയും വീട്ടിൽ തൊട്ടടുത്ത് അപ്പുറത്തുണ്ട്. ഇവിടെ ഒരു മൂർഖൻ പാമ്പ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ രണ്ടാളും ചേർന്ന് തല്ലിക്കൊല്ലും, കാരണം രണ്ടുപേരുടെയും ശത്രുവാ. ഇതുപോലെ രാജ്യത്തെ മുസ്ലിം സമൂഹം ഒരു പൊതു പ്രശ്നം വരുമ്പോൾ അതിനുവേണ്ടി താൽക്കാലികമായി ഒരുമിക്കുക എന്നല്ലാതെ ഒരു ശാശ്വതമായ ഐക്യ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രാദേശിക തലങ്ങളിലുള്ള ഈ നീക്കുപോക്കുകളും ഈ പറയുന്ന മുജാഹിദുകളും ജമാഅത്തിനെയും വാരി വലിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്കിടയിൽ പ്രസംഗിക്കുന്ന സംവിധാനവും സമസ്ത കേരള ജംഇയ്യത്തുൽ 95 വർഷക്കാലം അനുവദിച്ചിട്ടില്ല. അങ്ങനെ സമസ്തയുടെ ചരിത്രത്തിലില്ല. 1978 മുസ്ലിം യൂത്ത് ലീഗ് സമസ്ത കേരള ജംഇയ്യത്തുൽ കത്ത് നൽകി. ആ കത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: മുജാഹിദ് ജമാഅത്ത് സുന്നി ഉൾക്കൊള്ളുന്ന ഒരു ഐക്യവേദി, മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ നന്നായിരുന്നുവെന്ന്. നമ്മുടെ ആദരണീയരായ മഹാപണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറ മുസ്ലിം യൂത്ത് ലീഗിന്റെ കത്തിന് ഗൗരവം കൽപ്പിച്ചുകൊണ്ട് തന്നെ മുഷാവറ വിളിച്ചു ചേർത്തു. അവർ വിശദമായി ചർച്ച ചെയ്തു. അവർ ആ കത്തിന് മറുപടി അയക്കാൻ തീരുമാനിച്ചു. മുസ്ലിം ഐക്യവേദി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ മുശ്രിക്കുകളല്ല മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചാൽ ഐക്യവേദിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആദ്യം ഞങ്ങൾ മുസ്ലിമുകളാണ്, മുശ്രിക്കുകളാണെന്ന് അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കത്തയച്ചു. പിന്നെ പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം മുജാഹിദ് വിഭാഗം നമ്മളെ മുസ്ലിം മുശ്രിക്കല്ല എന്ന് പറയാൻ തയ്യാറാകില്ല. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് അവർ. അത്തരമൊരു വിഭാഗം ക്രമാനുഗതമായി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെയോ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ സത്യത്തിൽ ജൂത വിഭാഗത്തിൻ്റെ, സയണിസത്തിൻ്റെ, ക്രൈസ്തവ ഏജന്റുമാരുടെ ഒരു ഉപകരണമായി പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും വഹാബിസം നിസ്സാരമായി കാണാൻ കഴിയുന്ന പ്രശ്നമേ ഇല്ല. അവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ച് ഇത്തരം വിധായികളെ ചെറുക്കാനാണ്. സംശയമുള്ളവർ ഭരണഘടന വായിക്കട്ടെ. ഭരണഘടന 1, 2 വിഷയം ഇതാണ്, വകുപ്പുകൾ ഇതാണ്. വളരെ ഗൗരവകരമായ വിഷയം. മാത്രമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിദ്അത്തിന് പ്രത്യേകതയുണ്ട്. ബിദ്അത്ത് കൽ കലബി, അത് പേ വിഷം പോലെയാണ്. പേ വിഷം പോലെയാണ് ബിദ്അത്ത്. എന്താണ് ഈ പേ വിഷബാധയുടെ പ്രശ്നം? ഒരു പേപ്പട്ടി കടിച്ചു എന്ന് വിചാരിക്കുക. പേപ്പട്ടി കടിച്ചാൽ ക്യാൻസർ പോലെയല്ല. ക്യാൻസർ പിന്നെ ഇവിടെ സുഖമാകുന്നുണ്ട്. ഒരുപാട് ആൾക്ക് ക്യാൻസറായിട്ട് സുഖമാകുന്നുണ്ട്. ടെക്നോളജി കുറെ വളർന്നു വന്നു. അറ്റാക്ക് പോലെയല്ല. അറ്റാക്ക് കൊണ്ട് മരിക്കാതെ ഒരുപാട് കഴിച്ചാൻ സാധ്യതയുണ്ട്. ഏത് രോഗം പോലെയുമല്ല, അതിനേക്കാളൊക്കെ മാരകമാണ് പേ വിഷബാധ.
ഇന്നലെ വരെ പേവിഷബാധയ്ക്ക് പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല വൈദ്യശാസ്ത്രം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ ഗൗരവം നോക്കണം. തങ്ങൾ അന്ന് പറഞ്ഞ ഉദാഹരണം ബിദഅത്ത് പേവിഷം പോലെയാണ്, ബാധിച്ചാൽ പിന്നെ പുറത്തു പോകില്ല. അതല്ലേ ഒരു മുജാഹിദ് എന്തേ സുന്നിയാകാത്തത്? ഒന്നേ ഒരു ജമാഅത്തുകാരൻ സുന്നിയാകാത്തത്? ഇതേ സുന്നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. കാരണം ഇത് ഹക്കായ മാർഗം, അവിടുന്ന് അങ്ങോട്ട് പോകും, പിശാചിന് കൊണ്ടുപോകാൻ സാധിക്കും, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ട്. അത് പേവിഷ ബാധിച്ചാൽ ആ വിഷം ഇറങ്ങൂല. ആ വിധത്തിൽ ആ ഒരു ബിദഅത്തുകാർ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ബഹുമാന്യനായ മർഹൂം അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പുള്ള ആളായിരുന്നു. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. അദ്ദേഹം ഒരുമിച്ച് ഒരുപാട് കാലം ആശയവിനിമയം നടത്താൻ സാധിക്കും. ഞാനൊരു ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ ഹദീസിലുണ്ടല്ലോ, ഇത് പേവിഷബാധ പോലെയാണ് കൽ കലബി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ നിങ്ങളെങ്ങനെ തിരിച്ചു വന്നു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ മുജാഹിദായി എന്നേ ഉള്ളൂ, ഞാൻ ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ അമ്പിയാക്കളെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ മുജാഹിദായ കാലഘട്ടത്തിലാണ് ബാനത്ത് സുആദ് എന്ന പ്രശസ്തമായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ഗീതത്തിന് അറബിയിൽ ശറഹ് എഴുതിയത്. എൻ്റെ മനസ്സിൽ മഹബത്ത് അങ്ങനെ തന്നെ നിലനിൽക്കായിരുന്നു, ഞാൻ ചെന്ന് പെട്ടു എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും തിരിച്ചു വരാനുള്ള തൗഫീഖ് ചെയ്തത്. അതാണ് സംഭവം. ഇതിൽ ചെന്ന് പെട്ടാൽ ആ രോഗം ഇറങ്ങൂല, പിന്നെ പതുക്കെ പതുക്കെ കുഫ്രിയത്തിലേക്ക് പോകും. ഒരു 10-15 വർഷം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം സ്റ്റേജുകൾ തോറും കൊണ്ടു നടന്നിരുന്നു. ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് ഒരു തലയിൽ കെട്ടിയ ഒരു മുസ്ലിയാരെ, ഒരു തലയിൽ കെട്ടിയ മുസ്ലിയാർ, അയാൾ എടപ്പാളിനടുത്തുള്ള ഒരു മുസ്ലിയാരാണ്. അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ വേഷം കെട്ടിച്ച് കൊണ്ടു നടക്കുന്നത്. കുറെ കാലമായി അയാൾ എന്ത് ചെയ്യാറില്ല, മുജാഹിദിന്റെ വേദികൾ കാണാറില്ല, അങ്ങനെ ഒരാളെ കാണാറില്ല. ഈ അടുത്ത കാലം ഞാൻ അന്വേഷിച്ചപ്പെടാൻ അറിഞ്ഞത് ഇയാള് കാദിയനായിട്ടുണ്ട്. കൃത്യമായി ഞാൻ വെറുതെ AP വിഭാഗത്തിലെ ചില സുഹൃത്തുക്കൾ പറയും പോലെ ഇല്ലാത്ത കഥ പറയല്ല. എടപ്പാളിനടുത്ത മുദൂരിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരാളെ കാണാൻ സാധിക്കും. അയാളാണ് കക്ഷി. വളരെ കൃത്യ. ഇവരപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് മാരകമായ വിഷമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെതിരെ വളരെ ഗൗരവതരമായ അനവധി മുന്നറിയിപ്പുകൾ തങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വഹാബി ഭരണകൂടത്തിന്റെ ആദ്യത്തെ തുടക്കക്കാർ സാക്ഷാൽ നജ്ദ് കേന്ദ്രീകരിച്ചായിരുന്നുവെന്ന് പിന്നീട് വികസിപ്പിച്ചത്. ആ നജ്ദിനെ കുറിച്ച് കൃത്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, അല്ലാഹു ബാരിക് ലനാ ഫീ ഷാമിനാ, സ്വഹാബത്തുകൾക്ക് അല്ലാഹുവേ ഞങ്ങൾ ഷാമിന് ബറക്കത്ത് ചെയ്യണമേ. അല്ലാഹു ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹു ഞങ്ങൾ യമന് ബറക്കത്ത് ചെയ്യണമേ. ഫഖാലു, അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, വലി നജ്ദിന, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ നജ്ദിനും നിങ്ങൾ ദുആ ചെയ്യണേ. വീണ്ടും അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ബാരിക് ലനാ ഫീ ഷാമിന, ഷാമിന് ബറക്കത്ത് ചെയ്യണമേ. അല്ലാഹു ബാരിക് ലനാ ഫീ യമന, യമന് ബറക്കത്ത് ചെയ്യണേ. വീണ്ടും സഹാബത്ത് പറഞ്ഞു, ലി നജ്ദിന, അല്ലാഹുവിൻ്റെ ഹബീബേ യാ റസൂലല്ലാഹ് നജ്ദിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. ഈ ഹദീസ് നിവേദനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ എന്നറിയില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഞാൻ ദുആ ചെയ്യില്ല. ഹുനാദിക സലാസിൽ വൽ ഫിതൻ, ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന പ്രകമ്പനങ്ങൾ, ഫിത്തനകൾ ആളിപ്പടരുന്നത്, പൊട്ടിപ്പടരുന്നത് ആ നജ്ദിൽ വെച്ചാ. ഒബിഹ എത്രയോ കർണു ഷൈത്താൻ, പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് അവിടെ വെച്ചാണ്. ഞാൻ ആ നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്ന് ബുഖാരിയുടെ ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ മാരകമായ വിഷത്തിന് അവിടെയാണ് തുടക്കം കുറിച്ചത്. നമുക്ക് മനസ്സിലാക്കാനല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഈ മാരകമായ വിഷത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ അജണ്ടകളോടെ ഈ കഴിഞ്ഞ 95 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് കീഴ്ഘടകങ്ങളും സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമാണ് സുന്നത്ത് ജമാഅത്ത് ഇന്നും നിലനിൽക്കുന്നത്. അതിൽ നമ്മൾ വിട്ടുവീഴ്ചയരുത്. അതിന് നേതൃത്വം നമ്മുടെ മഹാപണ്ഡിതന്മാർക്കും സാദാത്തുകൾക്കും നമ്മൾ ആദരവ് കൽപ്പിക്കണം. അവർക്ക് അംഗീകാരം നൽകണം. അവരെ പുച്ഛിക്കാനോ അവമതിക്കാനോ പാടില്ല. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ അഭിമന്യനായ നായകനാണ്. അൽഹംദുലില്ലാ നല്ല സുഖണ്ട് മഹാനവറുകൾക്ക്. അള്ളാഹു പൂർണ്ണ ശിഫയും ആഫിയത്തും സിഹത്തും തിരിച്ചു നൽകി വീണ്ടും നമ്മളെ കടന്നു വരാൻ അള്ളാഹു ദീർഘകാലം നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അഭിമന്യനായ ജനറൽ സെക്രട്ടറി നമ്മുടെ നായകനുമാണ്. അവരൊക്കെ നമ്മുടെ നായകരാ. അഭിമന്യനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം നമ്മുടെ അഭിമന്യനായ സമസ്ത കേരള ജംഇയ്യയുടെ അജയ്യനായ സമസ്തക്ക് കേരളത്തിൽ വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്ത
പ്രതിഭാശാലിയായ മഹാപണ്ഡിതനായ പ്രസിഡന്റാണ് തങ്ങളവറുകൾ. ഇവരൊക്കെ നമ്മുടെ നേതാക്കന്മാരാ. ഇവരിൽ ആരെങ്കിലും ഒരാളെ അടർത്തിയെടുത്ത് ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കത് വിലപ്പോകില്ല. ആ കാര്യം നമ്മൾ ഉറച്ച മനസ്സോടുകൂടി നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നേതൃത്വത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ഈ ആദർശ പ്രസ്ഥാനത്തെ അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ കൈമാറാനുള്ള തൗഫീഖ്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആയുരാരോഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വളരെ മനോഹരമായ രീതിയിൽ വിഷയമവതരിപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘം വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അവർക്ക് ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. ഇൻഷാ അല്ലാ OMS തങ്ങൾ മേലാറ്റൂർ തങ്ങൾ പാപ്പാൻ്റെ നേതൃത്വത്തിൽ സമാപന പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ളിയാഉദ്ദീൻ ഫൈലി മേൽമുറി, അദ്ദേഹം നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലെ വളരെ പ്രഗത്ഭനായ ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം നമ്മോട് സമുദായവും സമകാലിക സമസ്യകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ മഹത്തായ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തവർക്ക് ഒക്കെ നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായിട്ട് ഇന്ന് 40 അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് ഉസ്താദുമാർ, മാഷായിഖന്മാർ, വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാ അവർക്കൊക്കെ ദുആ ചെയ്യണം. അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട OMS തങ്ങൾ നൽകും. പ്രിയപ്പെട്ട ളിയാഉദ്ദീൻ ഫൈലി മേൽമുറിയെ നിങ്ങൾക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ മുസ്തഫ ഫൈലിയും അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അവറുകളും പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം എത്തി നിൽക്കുന്ന അഗാധമായ കുഴി ഏതാനും ഭാഗങ്ങൾ തുറന്നു കാണിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി. ബിദ്അത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് വഹാബിസത്തെക്കുറിച്ച്, അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഹമീദ് ഫൈലിയോട് പറയുകയായിരുന്നു, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ പൂർത്തീകരണമാണ് ഞാൻ നടത്തുന്നത്. കേരളത്തിലെ മുസ്ലിം യുവതയെ ഇസ്ലാമിൽ നിന്ന് അടർത്തിയെടുത്ത് യുക്തിവാദത്തിലേക്കും മതനിരാസത്തിലേക്കും കൊണ്ടുപോകാൻ റാഞ്ചിയെടുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ, ഇത് നാം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇന്ന് വന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഈ ദിവസം വന്നതാണ്. ഒന്ന്, ബാലുശ്ശേരി ഗവൺമെന്റ്